അപ്പോൾ ഇന്നിപ്പം ഈ നിങ്ങൾ കിൻചുൽഗി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ജാപ്പനീസ് പ്രയോഗമാണ് കിൻചുൽഗി എന്ന് പറയുന്നത്. നമ്മളിൽ ഈ പലരും ജീവിതത്തിൽ ഒരു പരാജയമുണ്ടായി അല്ലെങ്കിൽ ഒരു തകർച്ചയൊക്കെ സംഭവിച്ചിട്ട് ഇനി ഒന്നും പഴയതുപോലെ ആകില്ല എന്നൊക്കെ വിചാരിച്ച് ഈ വളരെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടൊക്കെ ഇരിക്കില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടാണ് എനിക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ഈ കിൻചുഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജപ്പാനിലെ ഒരു വളരെ പഴയ ഒരു കലയാണിത്, ഈ കിൻചുഗി എന്ന് പറയുന്നത്. പണ്ട് ജപ്പാനിൽ വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഉടഞ്ഞു പോയാൽ അവർ അത് എറിഞ്ഞു കളയില്ലായിരുന്നു. പകരം ആ വിള്ളലുകൾ സ്വർണം ഉരുക്കി ഒഴിച്ച് അവർ കൂട്ടിയിണക്കുമായിരുന്നു. അത്ഭുതം എന്താണെന്ന് പറയട്ടെ, ഈ പാത്രം അത് പഴയതിനേക്കാൾ കൂടുതൽ മനോഹരവും മൂല്യമുള്ളതും ഒക്കെ ആയിട്ട് മാറി വരും. ആ സ്വർണ്ണരേഖകൾ ആ പാത്രത്തിൽ മുറിവുകളല്ല, മറിച്ച് അതിൻ്റെ കരുത്തിൻ്റെ അടയാളങ്ങളായി മാറും. നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട്, തകർന്നു പോയൊരു ബിസിനസ്, അതല്ലെങ്കിൽ പാതി വഴിയിൽ നിലച്ചു പോയ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, അതൊക്കെ നമ്മളെ തളർത്തിയേക്കാം. നമ്മൾ വിചാരിക്കും നമ്മൾ ബ്രോക്കൺ ആണെന്ന്. പക്ഷേ സത്യം അതല്ല. ആ തകർച്ചയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ നമ്മളെ കൂടുതൽ മൂല്യമുള്ളവരാക്കുന്നത്. ആ മുറിപ്പാടുകൾ മറച്ചു വയ്ക്കേണ്ടതല്ല, മറിച്ച് അഭിമാനത്തോടെ കാണിക്കേണ്ടതുമാണ്. കാരണം ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ അതിജീവിച്ചു. അതിൻ്റെ തെളിവുകളാണവ. പഴയതിനേക്കാൾ കരുത്തുള്ള, കൂടുതൽ തിളക്കമുള്ള ഒരാളായി മാറാൻ ഓരോ തകർച്ചയും ഒരു അവസരമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും തോറ്റു നിൽക്കുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഉടഞ്ഞു പോയതല്ല, പുതിയൊരു രൂപത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയാണെന്ന്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ വിള്ളലുകളെയും തകർച്ചകളെയും സ്വർണം കൊണ്ട് പൊതിയൂ. റൂമി പറഞ്ഞതുപോലെ മുറിവുകളിലൂടെയാണ് പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തെ പഴയതിനേക്കാൾ മൂല്യമുള്ളതാക്കട്ടെ. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഹലോ മലയാളം ആരംഭിച്ചാലോ? എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ.